ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ്. കാരണം ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. മഹാത്മാഗാന്ധിയെക്കുറിച്ച് അല്ലെങ്കിൽ ഗാന്ധിജിയെക്കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഗാന്ധിജിയെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിരുന്നു. ഗാന്ധിജിയെ ആദ്യമായിട്ട് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതാണെന്നറിയാമോ? വിൻസ്റ്റൺ ചർച്ചിലാണ്. ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ വ്യക്തി ആരാണ്? ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ വ്യക്തി. ആൻസർ ഗാന്ധിജി. അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഇന്ത്യക്കാരൻ ആരാണ്? ഗാന്ധിജിയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഇന്ത്യക്കാരൻ ഗാന്ധിജിയാണ്. അതുപോലെ തന്നെ ഗാന്ധിജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമേരിക്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ, അമേരിക്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഗാന്ധിജിയാണ്. ആരാണ്? ഗാന്ധിജിയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഗാന്ധിജിയാണ് 1915 സബർമതി ആശ്രമം സ്ഥാപിച്ചത് ഗുജറാത്തിലാണ്. സബർമതി ആശ്രമം ഗുജറാത്ത്. അതുപോലെ 1936 മഹാരാഷ്ട്രയിൽ സേവാഗ്രാം ആശ്രമം സ്ഥാപിച്ചതും ആര് തന്നെയാണ്? ഗാന്ധിജി തന്നെയാണ്. 1936 മഹാരാഷ്ട്രയിൽ സേവാഗ്രാം ആശ്രമം ആര് സ്ഥാപിക്കുകയുണ്ടായി? ഗാന്ധിജി സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ പറയുകയാണെങ്കിൽ ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി, ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി എന്ന് പറഞ്ഞാൽ ആരാണ്? ബാരിസ്റ്റർ G.P. പിള്ളയാണ്. ആരാണ്? ബാരിസ്റ്റർ G.P. പിള്ളയാണ്. ഗാന്ധിജി തൻ്റെ വ്യക്തി സത്യാഗ്രഹ പ്രസ്ഥാനത്തിലേക്ക് തിരഞ്ഞെടുത്ത ആദ്യത്തെ മലയാളി ആരാന്നറിയാമോ? അതാരാണ്? കെ കേളപ്പനാണ്. ഗാന്ധിജി തൻ്റെ വ്യക്തി സത്യാഗ്രഹ പ്രസ്ഥാനത്തിലേക്ക് തിരഞ്ഞെടുത്ത ആദ്യത്തെ മലയാളി എന്ന് പറഞ്ഞാൽ കെ കേളപ്പനാണ്. അതുപോലെ ഗാന്ധിജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗാന്ധിജിയെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വലിയ വീഡിയോകൾ, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. എങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ. അതുപോലെ ഗാന്ധിജിയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ഗാന്ധിജിയുടെ ആത്മകഥയെക്കുറിച്ചൊക്കെ ഞാൻ എന്തെങ്കിലും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. അതുപോലെ തന്നെ ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച നാടകമല്ല, രാജ ഹരിശ്ചന്ദ്ര. കാരണം ഗാന്ധിജിയെ സ്വാധീനിച്ചൊരു നാടകമാണ്. അതുപോലെ തന്നെ ഗാന്ധിജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്ത് എവിടെയാണ്? രാജ്ഘട്ടാണ്. എവിടെയാണ്? രാജ്ഘട്ടാണ്.